ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ വലിയ കൂലങ്കഷമായിട്ടുള്ള ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിമ്പിൾ ലോജിക്ക് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വികസനമെത്താത്ത ഒരുപാട് മേഖലകളുണ്ട് ബീഹാറിൽ. മാത്രമല്ല, സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശൗചാലയങ്ങൾ ഇല്ല, അവരുടെ വീടുകളിൽ വൈദ്യുതി എത്തുന്നില്ല, കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത ഒരു സർക്കാർ, നിതീഷ് കുമാറിൻ്റെ ഭരണകൂടം, BJP കൂടി സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ അവർ തൃപ്തരാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ തൃപ്തരാണ്. അവർ ഈ ഭരണം തുടർന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ NDAക്ക് വോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് വിജയം ലഭിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് ഈ EVMലുള്ള കൃത്രിമത്വം ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അതുപോലെ SIR ആണ് പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുന്നു. വോട്ട് ചോരി ആരോപണം കൊണ്ടുവരുന്നു. ഇതിനെയൊക്കെ എത്രത്തോളം ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്? ശ്രീ അനിൽ നമ്പ്യാർ, രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നത്. NDA വളരെ ലളിതമായി രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, നല്ല ഗൃഹപാഠം ചെയ്തു, നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി, ഏകോപനത്തോടെ പ്രവർത്തിച്ചു. വികസന മാതൃക വീണ്ടും വീണ്ടും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ടച്ചിങ് പീപ്പിൾസ് ലൈഫ്, ആ രീതിയിൽ ഓരോ വോട്ടറിലേക്കും ഒരു സന്ദേശം, ഇൻകംബൻസിയുടെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് തന്നെ ആ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നു. അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ ജനങ്ങൾ എടുത്തു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. മറുപക്ഷത്ത് ഇന്ത്യ മുന്നണി സംവിധാനം എത്രത്തോളം ഏകോപനത്തോടെയാണ് പ്രവർത്തിച്ചത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അതേപോലെ തന്നെ ഇന്ത്യ മുന്നണി സംവിധാനത്തിന് പരിഭവങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്ന പരാതികൾ, പരിഭവങ്ങൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ എല്ലാം തന്നെ അതൊരു ചെറിയ നെഗറ്റിവിസ്റ്റ് ടോണിലാണ് ഒരുപക്ഷെ ജനം എടുത്തത്. ഒരു ഭാഗത്തെ പരാതിയും പരിവട്ടവും ഒന്നുമില്ലാതെ തന്നെ ഇൻകംബൻസിന് അഡ്വാൻറ്റേജ് എടുത്ത് മുന്നോട്ട് പോകുന്നു. മറുപക്ഷത്തെ ഒരു കറക്റ്റായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ പോകുന്നു. ഇവിടെ ഈ പാനലിൽ രണ്ട് പ്രതിനിധികൾ, ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് രണ്ട് പേരുണ്ടായിരുന്നു. ഒരാളിപ്പോൾ പോയി, തൗഫീഖ് രാജൻ ഇപ്പോൾ ജസ്റ്റ് ലെഫ്റ്റായി. പക്ഷേ ഡോക്ടർ വർഗീസ് ജോർജ് ഈ പാനലിൽ തുടരുന്നു. എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. രാഷ്ട്രീയ ജനതാദളിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹം വളരെ കാര്യക്ഷമമായി, കൃത്യമായി, സത്യസന്ധതയോടുകൂടി തന്നെ ശാന്തമായി വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്. സോഷ്യലിസ്റ്റ് സ്പേസ് ബീഹാറിൽ ഇന്ന് വിഘടിച്ചു നിൽക്കുന്നു. അത് രാഷ്ട്രീയ ജനതാദൾ എന്ന രൂപത്തിലും മറുപക്ഷത്ത് JDU എന്ന രൂപത്തിലും സോഷ്യലിസ്റ്റുകൾക്ക്, പരമ്പരാഗത സോഷ്യലിസ്റ്റുകൾക്ക് ആഴത്തിൽ വേരോട്ടമുണ്ടായിരുന്ന ബീഹാറിൻ്റെ മണ്ണിൽ രണ്ട് മുന്നണികളായി സോഷ്യലിസ്റ്റുകൾ നിൽക്കുന്നു. സ്വാഭാവികമായി സോഷ്യലിസ്റ്റുകൾ നിൽക്കുന്ന ഒരിടം നിതീഷ് കുമാറിൻ്റെ ഇടമാണ്. അതിന്ന് കാസ്റ്റ് ബേസ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന രൂപത്തിൽ സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ മാറിയിരിക്കുന്നു എന്ന് കാണാം. അതോടൊപ്പം തന്നെ BJP കൊണ്ടുവരുന്ന കൃത്യമായ ചില വോട്ടുകളുണ്ട്. ഇത് രണ്ടും ചേരുമ്പോൾ ഒരു വിന്നിംഗ് ഫോർമുല സ്വാഭാവികമായി ഇലക്ഷന് മുൻപ് തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. മറുവശത്ത് നോക്കൂ, ഇന്ത്യ മുന്നണിയിൽ ഡോക്ടർ വർഗീസ് ജോർജ് തന്നെ കൃത്യമായി സൂചിപ്പിച്ചല്ലോ, ഏകോപനത്തിൻ്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു. ഏകോപനം വളരെ കുറവായിരുന്നു. RJDയും കോൺഗ്രസും 12 സീറ്റിലാണ് സൗഹൃദ മത്സരങ്ങളിൽ ഏർപ്പെട്ടത്. ഒന്നാമത് ദൗർബല്യമുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ തീവ്രമായ ദൗർബല്യമുണ്ട്. RJDക്ക് ഒരു സോഷ്യൽ ബേസുമുണ്ട്, തീർച്ചയായും ഇലക്ട്രൽ ബേസുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. പക്ഷേ അതുമാത്രം പോരാ. വനത്തിലൊരു നിയമമുണ്ട്. ഏതെല്ലാം ആനിമൽസ് ആണോ, വിച്ച് എവർ ആനിമൽ ഹൺസ് ഇൻ പെയർ വിൽ സർട്ടൻലി ക്യാച്ച് ദ പ്രേ. ലയൺസ് ഹണ്ട് ഇൻ പെയർ, അല്ലേ? സംഘമായി അല്ലെങ്കിൽ രണ്ട് പേര് ചേർന്ന് ഹണ്ട് ചെയ്യുമ്പോൾ ഒരു ഇരയെ അല്ലെങ്കിൽ വിജയം നേടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരേപോലെയുള്ള രണ്ട് ഡീപ്ലി റൂട്ടഡ് കക്ഷികളാണ് JDUവും BJPയും. ഇത് രണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ സമാഹരിക്കാൻ കഴിയുന്ന ശക്തി മറുപക്ഷത്ത് RJD എന്ന ശക്തമായ കക്ഷിക്ക് മാത്രം ലഭിക്കുന്നില്ല. അവിടെ കോൺഗ്രസ് ദുർബലമായ ഒരു പാർട്ട്ണറാണ്. അവിടെ മറ്റു പാർട്ടികൾ അവിടെ അവസാനം വന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടി 15 സീറ്റുകൾ കൊടുത്തുകൊണ്ട് മുകേഷ് സാഹ്നിയെ കൊണ്ടുവന്നു. എന്താണ് സംഭവിച്ചത്? ഒരു സീറ്റിൽ പോലും അവർ മുന്നിട്ട് നിൽക്കുന്നില്ല. ഇപ്പോൾ അത് സംപൂജ്യരായി മാറുന്നു.
ഇടത് കക്ഷികൾക്ക് മുൻകാലത്തുള്ള പ്രഭാവം നിലനിർത്താൻ കഴിയുന്നില്ല. CPIയുടെയും CPMൻ്റെയും ടാലി അവിടെ കാണുന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ 12 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞ CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഇന്ന് 2 സീറ്റിലേക്കോ 3 സീറ്റിലേക്കോ ഒതുങ്ങുന്ന കാഴ്ചയും കാണുന്നു. അതുകൊണ്ട് വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് RJDക്ക്, ചെറിയൊരു രീതിയിൽ കോൺഗ്രസിന്. പക്ഷേ ഈ 2 കക്ഷികൾക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ പിന്നോട്ട് പോകാനായിരുന്നു വിധി. RJD നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്, 75 സീറ്റാണ് RJDക്ക് ലഭിച്ചത്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ചു. 144 സീറ്റിൽ മത്സരിച്ച് കേവലം 26 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. 61 സീറ്റിൽ മത്സരിച്ച് കേവലം 4-5 സീറ്റിലേക്ക് ഒതുങ്ങാനാണ് കോൺഗ്രസിൻ്റെ വിധി. അതുകൊണ്ട് വിന്നബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കാരണം ജനങ്ങളുടെ വിശ്വാസ്യത, ഒരു നെഗറ്റിവിസ്റ്റ് ക്യാമ്പയിനിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യത നേടാനാവുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നതിൽ സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ബീഹാർ ജനതയ്ക്ക് ഒന്നുകിൽ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവരെ യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. ഇവിടെ പാനലിൽ ചോദ്യം വന്നല്ലോ, ഇവിടെ ആങ്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് ഈ പരാതികൾ, പരിഭവങ്ങൾ, ആരോപണങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല? ഇവിടെ നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഭാരതം. നിയമത്തിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ, പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ ഈ കാര്യങ്ങൾ തെളിവ് സഹിതം പറയുമ്പോൾ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവം വരില്ലേ? അല്ല എങ്കിൽ പറയേണ്ടി വരും, കോടതി സംവിധാനത്തിൽ വിശ്വാസം തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഘടനാപരമായ പരിഹാര മാർഗങ്ങൾ നിലവിലുണ്ടായിരിക്കെ ആ പരിഹാരങ്ങളിലേക്ക് കടക്കാതെ ചില എക്സ്ക്യൂസുകൾ കണ്ടെത്തുകയും മുൻകൂർ ജാമ്യമെടുക്കുകയും ചെയ്യുന്നതായി ഒരു വിഭാഗം ജനങ്ങൾക്കെങ്കിലും തോന്നിയാൽ എങ്ങനെ അത്ഭുതപ്പെടാനാവും? അതുമാത്രമല്ല, അതൊക്കെ മേലെ നിൽക്കുന്നൊരു കാര്യം, പരമ്പരാഗതമായി സ്ത്രീകൾ ബീഹാറിൽ അനുഭവിച്ചിരുന്ന ഒരു പിന്നാക്ക അവസ്ഥയുണ്ട്. സ്ത്രീകളുടെ കാര്യം പരമദയനീയമായിരുന്നു. ആദ്യമായിട്ടാണ് സമൂഹത്തിൽ കുറെയെങ്കിലും നിലയും വിലയും ലഭിച്ചത്. അതിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വിവിധങ്ങളായ മാതൃകകൾ രാജ്യമെമ്പാടും നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു ഉദാത്തമായ മാതൃകയാണ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ നേരിട്ട് 10,000 rupees എത്തുക എന്നത്. അതിൽ കൂടെ തുക എത്തിയിട്ടുമുണ്ട്. അത് തീർച്ചയായും വലിയൊരു ഒരു പ്രേരക ശക്തിയാണ്, കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്ന് പറയാം. അതുമാത്രമല്ല, സ്ത്രീ സൗഹൃദമായ നിരവധി പദ്ധതികൾ, അതുമാത്രമല്ല സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാവുന്ന ഒരു അന്തരീക്ഷം. ജംഗൽ രാജല്ല എന്നോർക്കണം, ഗുണ്ടാ രാജല്ല എന്നോർക്കണം. രാത്രി 6 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ കഴിയാതിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ വളരെ ഫ്രഷായിട്ട് 20 വർഷം മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ വളരെ മോശമായ ഓർമ്മകൾ ഇപ്പോഴും സ്ത്രീ മനസ്സുകളിൽ ഹോണ്ട് ചെയ്യുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഇവിടെ പകുതി ജനം സ്ത്രീകളാണ്, കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാളും വന്ന് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തവരുടെ എണ്ണം സ്ത്രീകളാണ്. അതുകൊണ്ട് വോട്ട് ചോരി എന്ന് പറയുമ്പോൾ വലിയ വിഭാഗം ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കക്കാരുടെയും ദളിതരുടെയും എല്ലാം വോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന ആരോപണം ഉയർത്താമെങ്കിലും അവരിൽ ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ന്യൂനപക്ഷം ഒഴിച്ചുള്ള മറ്റ് വോട്ട് ചോരി ആരോപിക്കപ്പെടുന്ന ആ ഒരു വിഭാഗങ്ങൾ എല്ലാം തന്നെ NDAയുടെ ഭാഗം തന്നെയാണ്. നോക്കൂ, മഹാദളിതുകളെ കൊണ്ടുവരുന്നത് നിതിൻ റാം മാഞ്ചിയല്ലേ, ദളിതുകളുടെ വലിയ ഒരു പിന്തുണ നമുക്ക് രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തിക്ക് അവകാശപ്പെടാനാവില്ലേ? EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് സെക്ഷൻസിന്റെ പിന്തുണ നിതീഷ് കുമാറിന് അവകാശപ്പെടാൻ കഴിയില്ലേ? കുർമി കൊയ്രി വിഭാഗങ്ങളുടെ യാദവ് OBC LJPയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതല്ലേ അല്ലേ? LJP 29 സീറ്റിൽ മത്സരിച്ച് 19-20 സീറ്റിൽ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നു. അതിനർത്ഥം എന്താ? ആ ഒരു ദളിത് വിഭാഗത്തിൻ്റെ ക്ലൗട്ട് രാംവിലാസ് പാസ്വാനിൽ തുടങ്ങി ഇപ്പോൾ ചിരാഗ് പാസ്വാനിൽ എത്തി നിൽക്കുന്നു. അത് NDA പക്ഷത്തേക്ക് നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് LJPയെ നമ്മൾ കൂടുതലായി പരിഗണിക്കുന്നു? കഴിഞ്ഞ തവണ LJP മത്സരിച്ചു ഒറ്റയ്ക്ക്, അവിടെ സീറ്റുകളൊന്നും കിട്ടിയില്ല, ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഇപ്രാവശ്യം 20ഓളം സീറ്റുകളിൽ LJPക്ക് ജയിച്ചു വരാൻ കഴിയുന്നു. ആ LJP കൊണ്ടുവരുന്ന ദളിത് വോട്ടുകൾ ഉൾപ്പെടെ ഒരു സോളിഡ് BJP JDU ഫൗണ്ടേഷന് പുറത്ത് LJP കൊണ്ടുവരുന്ന വോട്ടുകൾ കൂടി ആയപ്പോൾ ഒന്നാന്തരം വിജയ മന്ത്രം അവിടെ ഒരുക്കപ്പെട്ടു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായി നിൽക്കെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് മുഴുവൻ കൊള്ളയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം, ട്രക്ക് വന്നിട്ടുണ്ടാകാം, എന്തെങ്കിലും ക്യാമറകൾ കണ്ണടച്ചിട്ടുണ്ടാവാം. ഒന്നും തന്നെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ അതിന് പരിഹാരം കാണേണ്ടതാണ്, അല്ലെങ്കിൽ കോടതിയിൽ പോകാവുന്നതാണ്. പക്ഷേ വ്യാപകമായി ഇത്രയധികം വോട്ട് വ്യത്യാസത്തോടു കൂടി ഒരു മുന്നണി ജയിച്ചു വരുമ്പോൾ ഇതെല്ലാം തന്നെ 65 ലക്ഷം വോട്ടുകൾ
തങ്ങൾക്ക് അവകാശപ്പെട്ടത് വെട്ടിമാറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് മാത്രം അവകാശപ്പെട്ട കൃത്യമായ 65 ലക്ഷം എങ്ങനെയാണ് എന്യൂമറേഷൻ പ്രക്രിയയിൽ വെട്ടിമാറ്റപ്പെടാൻ കഴിയുക? ഇതൊരു ന്യായമായ ചോദ്യമല്ലേ? രണ്ടു പക്ഷത്തു നിന്നും വോട്ടുകൾ ഒരുപക്ഷെ മരിച്ചുപോയവരുടെ പോയിട്ടുണ്ടാകാം, അല്ല എങ്കിൽ ദൂരെ ജോലിക്ക് പോയവരുടെ പോയിട്ടുണ്ടാകാം, അതും അല്ല എങ്കിൽ ഈ മനഃപൂർവ്വമായി വെട്ടിമാറ്റി എന്ന ആരോപണം ഇനി തത്വത്തിന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ഇത്രയധികം വോട്ട് വ്യത്യാസത്തിൽ ഒരു മുന്നണി ജയിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് വലിയ സാങ്കത്യമില്ല എന്ന് കാണാം. അതുമാത്രമല്ല, ഈവൻ വോട്ട് കട്ടിംഗ് എന്നത് ഈ പറയുന്ന രണ്ട് പാർട്ടികൾ, ഈ ജൻസ്വരാജ് പാർട്ടിയും പിന്നെ ഈ അസദുദ്ദീൻ ഉവൈസിയുടെ AIMM പാർട്ടിയും വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാവുന്നത് പിന്നെ വിഘടിപ്പിച്ചു മാറ്റി എന്ന് പറഞ്ഞാലും അവരെത്ര വിഘടിപ്പിച്ചു മാറ്റിയാലും അവർ സംയുക്തമായി പിടിച്ച വോട്ടിനേക്കാൾ കൂടുതൽ മാർജിനിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പിന്നോക്കം പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തെ വിജയമായി അംഗീകരിക്കാൻ കഴിയുകയും പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി വിജയത്തിനുള്ള പഠനമായി ഈ പരാജയ കാരണങ്ങളെ കണ്ടെത്തുകയും ചെയ്യുക എന്ന ശാസ്ത്രീയമായ ഒരു നിലപാട് ഇന്ത്യ മുന്നണി സ്വീകരിക്കുന്നിടത്തോളം കാലം തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു BJP ഇതര സ്പേസ് ഉണ്ട്. വർഗീസ് ജോർജ് സാർ പറഞ്ഞത് കറക്റ്റാണ്. സോഷ്യലിസ്റ്റുകളുടെ ഒരു മണ്ണാണ്, കർപ്പൂരി ഠാക്കൂറിൻ്റെ മണ്ണാണ്, അതുപോലെ ജയപ്രകാശ് നാരായണൻ്റെ മണ്ണാണ്, ലോഹിയായിട്ട് സോഷ്യലിസത്തിന് ആഴത്തിൽ വേരോട്ടമുണ്ടായിരുന്ന ഒരു മണ്ണാണ്. അവിടെ ഉത്തർപ്രദേശിലെ പോലെ മധ്യപ്രദേശിലെ പോലെ BJPക്ക് ഒരു തേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു പക്ഷേ BJPയുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാം നടത്താൻ BJPക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിച്ച മാൻഡേറ്റിനെ ഒരു ക്രെഡിറ്റായി കണ്ടുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കുക തന്നെയാണ് വേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. യെസ് 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 സർ.